എറണാകുളം കളമശ്ശേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ KSEB ജീവനക്കാരി ലോറി കയറി മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ KSEB. സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് KSEB പരാതി നൽകി. VM മീനയുടെ മരണത്തിനിടയാക്കിയത് പോലീസ് പരിശോധനയാണ് എന്ന് KSEB എറണാകുളം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ റജികുമാർ 24നോട് പറഞ്ഞു. റോഡിൻ്റെ ഏതാണ്ട് മധ്യഭാഗം വരെ കടന്നു കയറിക്കൊണ്ട് ഉള്ള ഒരു വാഹന പരിശോധനയാണ് ആ വീഡിയോയിൽ കാണുന്നത്. ആ പരിശോധനയിൽ ഈ സ്റ്റാഫ് വാഹനത്തിൽ ടൂ വീലറിൽ വരുമ്പോഴും റോഡിലേക്ക് കയറി നിൽക്കുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥനെ മുട്ടാതിരിക്കാൻ വേണ്ടി ആ വാഹനം റോഡിലേക്ക് എടുത്ത സമയത്താണ് ഈ ലോറിയുടെ അടിയിൽപ്പെടുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. കളമശ്ശേരിയിൽ നിന്ന് അശ്വിൻ, ഇന്നലെ നമ്മൾ ഇതിൻ്റെ ഈ ദൃശ്യങ്ങളടക്കം ഇന്നലെ വൈകുന്നേരം തന്നെ നൽകിയിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ KSEB ഇക്കാര്യത്തിൽ ഗുരുതരമായ ആക്ഷേപം, പരാതി ഉന്നയിക്കുകയാണല്ലോ. കളക്ടർക്ക് അവർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് എന്തെങ്കിലും ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നുണ്ടോ? ഇതിൽ അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നത് സമ്മതിക്കാൻ പോലീസ് അല്ലെങ്കിൽ ട്രാഫിക് പോലീസ് തയ്യാറാകുമോ? വിജയകുമാർ, നിലവിൽ അങ്ങനെ ഒരു കുറ്റസമ്മതത്തിനോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക വിശദീകരണത്തിനോ പോലീസ് തയ്യാറായിട്ടില്ല. ഇന്നലെ വൈകുന്നേരമാണ് ഹോംഗാർഡിന്റെ കൂടി സഹായത്തോടെ കളമശ്ശേരി HMD ജംഗ്ഷനിൽ പോലീസിന്റെ വാഹന പരിശോധന നടക്കുന്നത്. അത് ഏറ്റവും തിരക്കുള്ള സമയമാണ് വൈകുന്നേരം. ജോലി കഴിഞ്ഞ ആളുകൾ വീട്ടിലേക്കും സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നുമൊക്കെ വീട്ടിലേക്കുമൊക്കെ പോകുന്ന സമയമാണ്. സ്വാഭാവികമായും അനിയന്ത്രിതമായ വലിയ തിരക്കുള്ള ഒരു സമയമാണ്. ആ സമയത്താണ് റോഡിന് നടുവിൽ പോലീസിന്റെയും ഹോംഗാർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു പരിശോധന ഇങ്ങനെ നടക്കുന്നത്. ഈ പരിശോധനയിൽ ഹോംഗാർഡാണ് റോഡ് നടുവിലേക്ക് കയറുന്നത്. ഹോംഗാർഡ് വാഹനത്തിന് കൈ കാണിക്കുന്നു. സമീപത്തുള്ള പോലീസിന് അരികിലേക്ക് ഈ പിടിച്ച വാഹനം കടത്തിവിടുന്നു എന്നുള്ളതാണ് അവിടെ നടന്നിരുന്ന ജോലി. അതിനിടെയാണ് റോഡിലേക്ക് കയറിയ ഈ ഹോംഗാർഡിനെ ഇടിക്കാതിരിക്കാൻ KSEB ജീവനക്കാരിയായ VM വീന വാഹനം വലത്തേക്ക് വെട്ടിക്കുന്നത്. ഈ വെട്ടിച്ച സമയത്താണ് ടാങ്കർ ലോറി വരുന്നതും അതിനടിയിലേക്ക് പെട്ടുപോകുന്നതും തൽക്ഷണം മരണമുണ്ടാകുന്നതുമെല്ലാം. ഇതിലാണ് KSEB ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ചയാണ് എന്നുള്ളതാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അത് അടിയന്തര നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ഇനി ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ ശാസ്ത്രീയമായ രീതിയിൽ സാങ്കേതികമായ സഹായങ്ങളോടെ വാഹന പരിശോധന കൊണ്ടുപോകണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി KSEBയുടെ പരാതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ജില്ലാ കളക്ടർക്കാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് തന്നെ DGPക്കും ഒപ്പം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് KSEB ഉള്ളത്. ഒപ്പം ഈ വരും ദിവസം ഈ AI ക്യാമറയൊക്കെ വന്ന സാഹചര്യത്തിൽ പോലും എന്തിനാണ് ഇങ്ങനെ ഒരു പരിശോധന തിരക്കുള്ള റോഡുകളിൽ എന്നൊരു ചോദ്യം കൂടി KSEB ഉയർത്തുന്നുണ്ട്. ഇതിലൊക്കെ പോലീസിന്റെ മറുപടിയാണ് ഇനി വരേണ്ടത്. ഒപ്പം ഇത്തരത്തിലുള്ള ശാസ്ത്രീയ വാഹന പരിശോധനയിൽ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളത് കൂടി കാത്തിരുന്ന് കാണേണ്ടതാണ്. വിജയകുമാർ, റോഡിലെ വാഹന പരിശോധനയ്ക്ക് നിലവിൽ ഒരു ചട്ടം, ഒരു പ്രൊസീജിയറൊക്കെ ഉണ്ട് ട്രാഫിക് പോലീസിന്. അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. അക്കാര്യത്തിൽ എന്താണ് ഇനി വകുപ്പിന് പറയാനുള്ളത് എന്നാണ് അറിയേണ്ടത്. കളക്ടർക്കാണ് KSEB വിഷയത്തിൽ ഗൗരവമുള്ള ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു പരാതി നൽകിയിരിക്കുന്നത്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.